ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലെത്തി. ഇവിടുന്ന് ആഷിൻ്റെ ബ്രദറാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത്. ആളിവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അപ്പോൾ ആളുടെ കൂടെയാണ് നമ്മൾ ഫ്ലാറ്റിൽ ഈ 3 ഡേയ്സ് നിൽക്കാൻ പോകുന്നത്. അങ്ങനെ കാറിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങി. എനിക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാറ്റിലെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത്. ഫ്ലാറ്റിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് മുത്താറി കൃഷിയാണ്. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് നോക്കിയപ്പോഴും നല്ല വ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. അപ്പം സ്ട്രീറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. മൽഹേശ്വർ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണിത്. നമ്മളെ എസ്.എം. സ്ട്രീറ്റ്, നമ്മളെ കോഴിക്കോട് എസ്.എം. സ്ട്രീറ്റൊക്കെ പോലെ തന്നെ, പക്ഷേ എസ്.എം. സ്ട്രീറ്റിനേക്കാളും കുറച്ചുകൂടെ ക്ലോത്ത്സിനും സാധനങ്ങൾക്കൊക്കെ വില കുറവാണ് ഇവിടെ. ഇവിടെ ക്ലോത്ത്സ് ആയാലും ഓർണമെൻറ്റ്സ് ആയാലും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന പ്രിൻറ്റഡ് ബ്ലൗസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. എല്ലാത്തിനും നല്ല വില കുറവായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ക്ഷീണിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നല്ല നല്ല വ്യൂ ഉണ്ടായിരുന്നു കാണാൻ. അപ്പം ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ പിന്നെ നമ്മളൊന്ന് പുറത്ത് ചുറ്റിക്കറങ്ങി വരാമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ സ്ട്രീറ്റിലൊന്നും പോകണ്ട, പോയല്ലോ, ഇനിയൊന്ന് നമുക്കിവിടെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചു. മാളിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫീനിക്സ് മാർക്കറ്റ് സിറ്റി മാളിൽ പോയി. അപ്പം മാളൊക്കെ കണ്ടപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മളെ ഇവിടുത്തെ കാലിക്കറ്റിലുള്ള മോളിൻ്റെ അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മളെ ഹൈലൈറ്റും ഇപ്പം വന്നിരിക്കുന്ന ലുലു മോളിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കിത് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല, രസമുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ വേറെ ഏതൊക്കെയോ സ്ഥലത്തൊക്കെ പോയി. പക്ഷേ അവിടുത്തെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ വീഡിയോസൊന്നും എടുത്തതുമില്ല. ഞാൻ ആ ഒരു ഫ്ലോയിലായിപ്പോയി. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോവുകയാണ് കോഴിക്കോടേക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ കയറുന്ന സ്റ്റേഷൻ കർമ്മലാരം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്റ്റേഷനാണ്. ഇത് ചേട്ടനും ചേച്ചിയും മോളുമാണ്. നമ്മളെ സെൻഡ് ഓഫ് ആക്കാൻ വേണ്ടി വരികയാണ് ഇവർ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് സെയിം ബോഗി തന്നെയാണ് ഇപ്രാവശ്യം കിട്ടിയത്. പക്ഷേ ടോപ്പ് ബർത്തിലും ഞാൻ മിഡിൽ ബർത്തിലും ആയിട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ലൈറ്റ്സൊക്കെ ഓഫാക്കി ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. അപ്പം ഞാൻ ആശീനെ അങ്ങനെ വിളിച്ച് വെറുപ്പിച്ചു, നോക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആശി വന്ന് ടാറ്റയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ കോഴിക്കോട് എത്തി ഗൈസ്. അതിന് ശേഷം ആശി ചോദിച്ചു ചായയൊക്കെ കുടിക്കാൻ. എനിക്ക് പിന്നെ പല്ലൊന്നും തേക്കാത്തതുകൊണ്ട് ചായ കുടിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായില്ല. വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ യാത്ര തുടങ്ങി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.